ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണൽക്കാർ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് എന്നല്ല പറയുന്നത്, 1 വീക്ക് ആയിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ യൂട്യൂബ് നിർത്തിയോ എന്നുള്ളതൊക്കെ. ഗൈസ്, ഞാൻ യൂട്യൂബ് അങ്ങനെ നിർത്താൻ പോവുകയാണ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കില്ല. ബട്ട് അതല്ല ഗൈസ്, എന്താ വെച്ചാൽ കുറച്ച് സീൻ ഉണ്ടായിന്, വേറെ ഒന്നുമല്ല. എൻ്റെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റെക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റെക്ക് ഉണ്ട്. സംഭവം വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് നല്ല കുറവാണ്. സ്റ്റോറേജ് ഒന്നും എടുക്കാനത്തെ കൊല്ലത്തെ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കി അതും ഇതൊക്കെ ഡിലീറ്റ് ആക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇപ്പോഴത്തെ റീസെന്റ് ഇട്ട വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കുറേ സ്റ്റെക്ക്, പക്ഷേ ഞാൻ നല്ല എഫേർട്ട് എടുത്ത് എഡിറ്റ് ആക്കിയ ഒരു വീഡിയോ ആണ്. കാണുന്നവർക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നിയേക്കാം, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല എഫേർട്ട് എടുത്ത് എഡിറ്റ് ആക്കിയ വീഡിയോ ആണ്. കാരണം ഒരു 39 മിനിറ്റ് എങ്ങാണ്ടുണ്ട് ആ ഒരു വീഡിയോ. അങ്ങനെ സ്റ്റെക്കായിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഡൗൺ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി വീഡിയോ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോണിൽ സ്പേസ് ഒന്നല്ല കൂട്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്പേസിന്റെ പ്രശ്നങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഗൈസ്, അതാണ് ഇത്ര ദിവസം ഞാൻ വീഡിയോ ഇടാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനുണ്ട്, അനിയത്തിയാളുണ്ട് കേട്ടോ, അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഇങ്ങോട്ട് കയറും. അപ്പോൾ ഗൈസ്, നമുക്ക് എന്താക്കാം, അങ്ങനെ ഇന്ന് നമ്മൾ ഫോൺ എടുക്കാൻ പോണ ഒരു വീഡിയോ ആയിട്ട് മീൻസ് അങ്ങനെ ഇതാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളടാ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 9 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിചാരം ആദ്യം എന്തായിരുന്നു അറിയാം, ഈ ഡ്രൈവിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് കേട്ടോ. സംഭവം നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. പോരാത്തതിന് നമ്മൾ ഡ്രൈവിംഗ് അടിച്ച് എന്തോ ആയിന്നതിന്. ശരിക്കും ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പാണ്. അത് നമ്മൾ പിന്നെ എന്തിനും എങ്ങനെ വണ്ടി എടുത്ത് പോവുക, അതേപോലെ തന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോവുക, അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അങ്ങനെ ഫൈനലി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ, സോറി, ബൈ ദ വേ, ചിന്ന മിസ്റ്റേക്ക്. അങ്ങനെ അവിടുത്തെ ഡീസലൊക്കെ അടിച്ചുകൊണ്ട് നേരെ നമ്മൾ പോണത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കണ്ടോ. വേറെ എടുക്കൊന്നല്ല, നമ്മളെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ റൂട്ടിനാണ് അങ്ങനെ പോണത്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഞങ്ങള് ഈ ബസ്സിന്റെ ബാക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് കഥ, ഈ ബ്ലോക്ക് അങ്ങോട്ട് നീങ്ങണമില്ല, ഫുള്ള് വണ്ടികൾ നമ്മളവിടെ കരുതി ഇട്ടിട്ട്. അങ്ങനെ ഫൈനലി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ ബസ് നീങ്ങൽ തുടങ്ങി. നീങ്ങിയപ്പോൾ ആ ബസ് നീങ്ങിയത് ഓർമ്മയുണ്ട്. ആ നീങ്ങിയ ടൈമിൽ തന്നെ ബാക്കിയുള്ള കുറേ ബൈക്കുകളുണ്ടായി നേരെ അതിൻ്റെ മുട്ട് പിടിച്ചിട്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലായിട്ട് പോയിട്ട് നമുക്ക് എസ്കോട്ട് പോകണമാതിരി ഓല് ഫോൺ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ബ്ലോക്ക് കഴിയാൻ കുറേ ടൈം എടുത്തുകൊണ്ട് കുറേ എടുക്കാറുണ്ട്. കാരണം അത്രക്കും ബ്ലോക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പോണ വഴികൾ എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതി രമണീയത നിറഞ്ഞ വഴികളാട്ടോ. അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൊടികളുണ്ടായിരുന്നു. കുറച്ച് ഭാഗം റോഡ് പണി എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഫ്രീ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ പോണ വഴിയൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. ബട്ട് അവിടുത്തെ റോഡ് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഫുള്ള് കല്ല് ഇതൊക്കെ ആക്കിയിട്ട് പണി നടക്കുന്നതുകൊണ്ട് പകുതി ഭാഗം പണി നടക്കുന്നുണ്ട്, പകുതി ഭാഗം പണി നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കോടയാണ്. ഇത് കോടയല്ലേ ഗൈസ്. അവിടെ പൊടി പാറിങ്ങാണ്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി നമ്മൾ കഴുകിയിട്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു ഭാഗം കഴിയുമ്പോൾ വണ്ടി ഫുള്ള് വെള്ള കളറായിട്ടുണ്ടാവും. കാരണം അത്രക്ക് പൊടിയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് അത്രക്ക് മനസ്സിലായില്ല, ബട്ട് അത്രത്തോനുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫോണൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഗൈസ്, ഇതാണ് ഫോണ്. ഇതിന്റെ സെയിം സംഭവം തന്നെ കേട്ടോ, സെയിം ഫോണ്. ഇനി നമ്മൾ ഇതിലായിരിക്കും വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോൺ വാങ്ങിയാണ്ട് പോരുന്ന വഴിക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് പണിയാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് പണി തന്നതല്ല, ഇത് അതിൻ്റെ മുമ്പേ ഉള്ള പണിയാണ്. ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണികളുണ്ട്. സോ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ വണ്ടി പണിക്ക് കയറ്റുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അത് ഒന്ന് ഇതായ മാതിരി തോന്നിയപ്പോൾ നമ്മൾ വേഗം വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ മൂപ്പര് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. മരം തിരിഞ്ഞൊക്കെ നിന്നുകൊണ്ട് കാര്യമായിട്ട് നോക്കി കണ്ടുപിടിക്കുന്നുണ്ട് എന്താന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ പണിക്ക് കയറ്റാൻ നിൽക്കണല്ലോ. അപ്പോൾ ഓക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. വീഡിയോയിൽ പകർത്തുകയാണ്. നിശാന മാങ്ങ കണ്ടിട്ടുണ്ട് ഗായ്സ്. ഇവിടെ എവിടെ മാങ്ങ? ഗായ്സ്, ഇതാണ് മാങ്ങ. എന്താണ്, എങ്ങനെയാണ് അവിടെ കിടക്കുന്നത്? ഗൈസ്, ഈ മാങ്ങ ചാടിച്ചാൻ വേണ്ടിട്ട് നോക്കുക, പക്ഷെ നടക്കണില്ല ഗൈസ്. അപ്പൊ നമ്മള് പോവുകയാണ് ഗൈസ്. നമ്മള് ഹനാൻഷിയാണത്. ഫാൻ ഗേൾ മൂവ്മെന്റ് കാണാനില്ല. അനാൻഷിനെ ആ തല കൊണ്ട് വന്ന് തിരിച്ച് നമ്മൾ
പോരുന്ന വൈക്ക് ഹനാൻഷന്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായി കേട്ടോ. ഹനാൻഷന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത മുതൽ അങ്ങനെയല്ല ഓണി പാട്ടിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയം മുതൽ ഫോളോ ആക്കുന്നതും പാട്ട് കേൾക്കുന്നതും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഉള്ളിൽ. അങ്ങനെ ഫൈനലി നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മേലേക്ക് നമ്മളെ വണ്ടി കയറില്ല, കാരണം നമ്മളെ ബോണ്ടി കുറച്ച് താഴ്ന്നായതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ നമ്മൾ താഴത്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ താഴത്ത് അങ്ങനെ പോയിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വേറെ 7 വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ മാത്രം പാർക്ക് ചെയ്യാന്ന് പറഞ്ഞത് എന്താണെന്നില്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ മാർക്കറ്റ് സിറ്റി മാളിൽ പോകണമെന്നില്ല, പ്ലാനൊന്നും ഉണ്ടായില്ല. ബട്ട് എന്താ സംഭവിച്ചത്, ഇടയ്ക്ക് വണ്ടി പണി തന്നുകൊണ്ട് നമുക്ക് ഇവിടെ കയറേണ്ടി വന്നതാട്ടാ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ മാർക്കറ്റ് സിറ്റി മാളിൽ എത്തിയിട്ടുണ്ടായി. നമ്മളെ വണ്ടി മാത്രം അവിടുന്ന് കയറുന്നില്ല. അപ്പം ഞമ്മക്കായിട്ട് പോലും ഇവിടെ ഒരു ഫുൾ ഫ്ലോർ എടുത്ത് തുറന്നു, താഴത്തെ ഫ്ലോർ. നമ്മളിവിടെ കയറാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയത്തിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 2 മണിക്ക്. അത് എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചും കുടിച്ചും ഒന്ന് ആ ഒരു ദിവസം സന്തോഷിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ടാ നമ്മൾ എടുക്കണ അരിയ പോണേ. ആദ്യം ലിസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 3 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൽ എത്തിയപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്ന് വയറ് കരിയാനായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കോർട്ട് കണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് നല്ല അജ്മീർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഫോൺ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടായില്ല. അത് നമ്മൾ വിചാരിച്ചിനി ഇവിടെ വന്ന് ഓപ്പൺ ആക്കാമെന്ന് വെച്ചിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫോൺ നിഷ്മാൻ്റെ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇങ്ങനെ പിടിച്ചപ്പോൾ പറഞ്ഞ് മീൻസ് ഓളൊരു സന്തോഷത്തിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടായി പിടിച്ചപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആക്കിക്കോ പറഞ്ഞുകൊണ്ട് ഓളോട് ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടാ. എക്സൈറ്റഡ് ആണ്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് താങ്കൾ? അത് എന്തൊക്കെ പറയാ, നല്ല എക്സൈറ്റഡ് ആണ്. ഒന്നുമില്ല, അക്കാതെ കാണിച്ചല്ലേ. നല്ല രീതിക്കാണ് എന്താണ് ബോക്സിങ്ങിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല രീതിക്കൊക്കെ ചെയ്യണേ. ബോക്സിങ്ങൊക്കെ അടിപൊളിയാണ്. ഓരോ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് പൊട്ടിച്ചിട്ട് മണി ഫുള്ള് കവർ എടുത്തിട്ട് മണി പൊട്ടിച്ചിട്ടോ. ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിട്ടോ. ഫുള്ള് പൊളിക്ക്. അത് നീ തുറക്കേ ഫൈനലി കിട്ടും. പൊട്ടിച്ചിക്കടേ ഓഫാക്കിക്കാവോ. നമ്മളെ ഫോൺ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞേക്ക് നമ്മളെ ഫുഡ് റെഡി ആയി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിട്ട്. അപ്പം ഞാനത് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയേ. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയായിനപ്പൊക്കെ, അതായത് ഇവരെ രണ്ടാളെയും പ്രായത്തൊക്കെ എനിക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിത്തരാൻ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, അതായത് നമ്മളെ സിബ്ലിങ്സ് ആരും എനിക്ക് വാങ്ങിത്തരാൻ പറ്റിയത് ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് 1 രൂപേൻ്റെ മിഠായി ആക്കണം. ബട്ട് അത് വാങ്ങിക്കൊടുക്കണം എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ് പോലെയിട്ട് ഞാൻ കാണല്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പ്രായത്തിൽ എനിക്കോ കിട്ടിയിട്ടില്ല, ബട്ട് ഇവർക്കെങ്കിലും ചെറുതെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ടൈമിൽ അൽഹംദുലില്ലാ പറയലുണ്ട്. അതിൻ്റെ കൂട്ടിൽ നമ്മൾ മൊജിറ്റോ വാങ്ങിക്കണം. ആ ബിരിയാണി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനിട്ടാ. ഞങ്ങൾക്ക് 3 ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ്, കാരണം രാവിലെ ഇറങ്ങിയിട്ട് എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഒന്നും വാങ്ങാമല്ല. ബട്ട് എല്ലാ ഷോപ്പും ഒന്ന് കയറി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. ഈ മാളിലൊക്കെ കയറിയാൽ അതാണല്ലോ അവസ്ഥ. അപ്പോൾ ഈ ടീഷർട്ട് ഓൾ കുറേ നേരം പിടിച്ച് നോക്കിയിട്ട് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായില്ല. സോ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അടുത്ത ഷോപ്പ് അങ്ങനെ ഓരോ ഷോപ്പ് കഴിയുന്നവർ ഓരോ ഷോപ്പ് ഇങ്ങനെ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റൈൽ യൂണിയൻ ഈ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലുണ്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാക്സ് കയറി, സ്റ്റുഡിയോ കയറി, അങ്ങനെ ഓരോരോ ഷോപ്പ് ഇങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടായി ഈ വാലറ്റ്സ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഏതെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോളൂ, കാരണം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓള് പറയുന്നത് വെച്ചാൽ ഓക്ക് ഇതിലൊക്കെ കയറുമ്പോൾ ഓളെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിഷാൻ എന്ന് പറയുന്നുണ്ടായിട്ടോ. ലാസ്റ്റത്തെ ഓപ്ഷനാണ് സ്റ്റുഡിയോ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചപ്പൽസൊക്കെ നല്ല അടിപൊളി ചപ്പൽസാണ് അവിടെ വേറിൽ.
പിന്നെ ഈ കാണുന്ന ഷൂസൊക്കെ ഇടോ വെറും 899 രൂപയ്ക്ക് നല്ല അടിപൊളി ഷൂസ് ഉണ്ട്. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു ഈ ഒരു ഷൂസിൻ്റെ സെക്ഷൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പറഞ്ഞ് വാങ്ങാൻ നല്ല പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങാതെ പോന്നിട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടതൊക്കെയാണ്, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ നമ്മൾ വാങ്ങണം എന്ന് കരുതിയിട്ട് പോകുമ്പോൾ എന്താക്കില്ല ആ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേ പെർഫ്യൂംസിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ പറയും സ്മെല്ല് രസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാനും ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കിട്ടോ, അതും കുഴപ്പമുണ്ടായില്ല. ബട്ട് എന്തോ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് ഉണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങില്ല വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഡ്രസ്സും നോക്കിയിട്ട് പക്ഷേ എന്നും വരുന്ന പാറ്റേൺസ് മാത്രം ഇട്ട് അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണാത്ത പാറ്റേൺസ് ഉണ്ടാവും. പക്ഷേ ഇത് എന്നുള്ള സെയിം പാറ്റേൺ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ടൊരു റിലാക്സിങ് ബോഡി മസാജ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കയറണം എന്ന് വിചാരിച്ച് പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് നടന്നിട്ടോ. പിന്നെ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ത് കണ്ടാലും ഞാൻ അവിടെ കയറും. ജസ്റ്റ് അവിടെ കയറി വെക്കേഷൻ ഞാൻ വാങ്ങാൻ കരുതിയത് സ്ട്രോപ്പ് ക്രീം NYBയുടെ ആണ്, അത് അവിടെ ഉണ്ടായില്ല. സോ അവിടെ നിന്ന് അത് നോക്കിങ്ങാണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലിഫ്റ്റ് പിടിച്ചുകൊണ്ട് മേലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ ഉമ്മാക്കെല്ലാം ഫുഡ് വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഫുഡ് ആദ്യം പോയി കഴിച്ചതുകൊണ്ട് പിന്നെയാണ് കറങ്ങാണ്ടായിരുന്നത്. അപ്പോൾ ഈ കറങ്ങുമ്പോൾ ഈ കൈ ഈ സാധനം പിടിച്ചങ്ങാണ്ട് പോലും ഭയങ്കര റിസ്ക് ആണ്. നമ്മളെടുക്കാണ് പോകുന്നത്, നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് പോകണം ഗൈസ്. പിന്നെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് ഇമ്മാക്കുള്ളത് പാർസൽ വാങ്ങിയിട്ടുണ്ടായിട്ട് അവിടെ അടുത്ത് തന്നെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. സോ നിഷ്മക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നേരെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധനം വന്നിട്ട് പിന്നെ ഞാൻ വെള്ളം വാങ്ങി തിരിച്ച് വന്നപ്പോഴേക്കും കാണുന്ന അവസ്ഥ ഇതാട്ടോ. നിഷ്മക്ക് അറിയാണ് ഗൈസ്, കാരണം ഈ ഒരു സാധനമാണ്. ഇവളാണ് കരയിപ്പിക്കാനുള്ള കാരണം കേട്ടോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? വേറെ എന്ത് തിന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കാരണം നമ്മൾ ഇന്നത്തെ പ്ലാൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്മാക്കിലെ ഫുഡ് പാർസലാക്കിയത് കൊടുത്തിട്ടുണ്ടായിട്ടോ. നേരെ നമ്മൾ ഇനി പോകുന്നത് വീട്ടിലേക്കാണ്. വേറെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ മെയിൻ പ്ലാന് എന്തായിരുന്നു, ഫോൺ വാങ്ങാനായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്ലാന് മാർക്കറ്റ് സിറ്റി മാളിൽ വരിക. അത് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്ലാൻ ആട്ടോ. അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ബ്ലോക്കൊക്കെ അല്ലേ നല്ലൊരു സമയമായിരുന്നു. ബട്ട് ഒരു മഴ വന്നിട്ടുള്ളൊരു മഴക്കാരൊക്കെ മൂടിയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വൈബ് ഉണ്ടായിട്ടോ പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയ മുതലേക്ക് മഴ പെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വൈബ് അടിച്ച് പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുന്നുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഡെയിലി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.